നമ്മുടെ പി.കെ. ബഷീർ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ പലരും വളരെ സന്തോഷമുണ്ടെങ്കിലും ദുഃഖം പ്രകടിപ്പിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം നല്ല പെർഫോമറായിരുന്നു അസംബ്ലിയിൽ. നല്ല രസമായിട്ട് ഏറനാടൻ ശൈലിയിൽ അദ്ദേഹം അങ്ങോട്ട് കയറി വളരെ രസകരമായിട്ട് അദ്ദേഹം എതിർപക്ഷത്തിനെ നേരിടുമായിരുന്നു. CPM-കാർ പോലും ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് ചിരിക്കുന്ന ആസ്വദിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ബഷീർ മന്ത്രിയായപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയോ എന്ന് പലരും സംശയിച്ചിരുന്നു. പക്ഷേ ബഷീർ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബഷീർ ആളും ഗംഭീരനാണ്, മാസാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേരള ഹൗസിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാവൻകൂർ പാലസിൽ അവിടെ സ്ഥാപിച്ചിരുന്ന ഉമ്മൻചാണ്ടി അതിന് ഉദ്ഘാടനം നിർവഹിച്ച് ശിലാഫലകം എടുത്ത് മാറ്റിയതിനെ തിരിച്ചു വെപ്പിക്കാൻ പറഞ്ഞു. അതായത് ഈ CPM ഉള്ള ഒരു സോക്കേടാണ്. അവർക്ക് തൊട്ട് മുമ്പ് ഭരണത്തിൽ ആരിയ്ക്കുന്നോ ആ ഇരിക്കുന്ന ആൾക്കാർ സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകം ഏറ്റവും പ്രധാനമായ സ്ഥലത്തായിരിക്കുമല്ലോ ഇരിക്കും. ഇവരുടെ ഒരു രീതിയുണ്ട്. ഇവർ അധികാരത്തിൽ കയറുമ്പോൾ ഇതിനൊന്ന് പെയിന്റ് അടിക്കുകയോ അതിൻ്റെ പൊട്ടിയോട് മാറ്റിയിടുകയോ ഒക്കെ ചെയ്തിട്ട് നവീകരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആ മുൻ സർക്കാരിൻ്റെ കാലത്തെ ശിലാഫലകം ഇളക്കിയവന്മാർ ആരും കാണാതെ ഒന്നുകിൽ പിന്നാമ്പുറത്ത് കൊണ്ട് എറിഞ്ഞു കളയും, അല്ലെങ്കിൽ അപ്പോൾ പുറകിൽ എവിടെയെങ്കിലും കൊണ്ട് ഫിറ്റ് ചെയ്തു പൊട്ടിക്കും. എന്നിട്ട് ഇവിടെ തൊട്ട് ഇവരുടെ പേര് എഴുതി അങ്ങ് വയ്ക്കും. അത് CPM പൊതുവായിട്ടുള്ള എല്ലാവർക്കും ഉള്ളതാണ്. ഈ ചൊറിച്ചിൽ ഇവർക്ക് എല്ലാം മൊത്തത്തിലുള്ളതാണ്. അതിനൊരു കാര്യം ഇപ്പോൾ ഈ ട്രാവൻകൂർ പാലസിൽ നടന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാവൻകൂർ പാലസിൻ്റെ റിനോവേഷൻ നടക്കുന്നത് LDF സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ അതിന് മുമ്പാണ് ഇതിന് ഉമ്മൻചാണ്ടിയുടെ നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ശിലാഫലകം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്ഥാപിച്ചു. ഈ CPM എന്ത് ചെയ്തു, അവിടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ്റെ ഇത് 2015 ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം. അന്ന് അധ്യക്ഷനായിരുന്നത് VK ഇബ്രാഹിം കുഞ്ഞാണ്, അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിലേറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് നവീകരിച്ചിട്ട് ഈ ശിലാഫലകം ഇളക്കി ദൂരെ കളഞ്ഞു. അത് പിണറായി വിജയൻ കളഞ്ഞു എന്നല്ല പറയുന്നത്, അവിടുത്തെ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഈ ശിലാഫലകം ഇളക്കി വെളിയിൽ പറഞ്ഞ മഴയും മഞ്ഞും വെയിലും ആയിട്ട് അത് അവിടെ കിടക്കുകയാണ്. ഇത് പലതവണയും അവിടുത്തെ NGO അസോസിയേഷൻ ഘടകം, ഇവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ള NGO അസോസിയേഷൻ്റെ ആൾക്കാർ പലതവണയും ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടെങ്കിൽ ഒരു അനക്കം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം PK ബഷീർ മന്ത്രി പൊതുമരാമത്ത്. അപ്പോൾ പൊതുമരാമത്ത് മന്ത്രി അവിടെ എത്തുമ്പോൾ NGO അസോസിയേഷൻകാരാണ് ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹം നോക്കുമ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഉടൻ തന്നെ ഇത് സ്ഥാപിക്കണം, ഇവിടെ സ്ഥാപിക്കണം. അപ്പം ഈ ട്രാവൻകൂർ പാലസിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയാണ് അത് അങ്ങനെ ഉടനെ ഒന്നും സ്ഥാപിക്കാൻ പറ്റുകയില്ല, റെസിഡന്റ് കമ്മീഷണർ പരിശോധിക്കണം, അങ്ങനെ 3-4 പേരുടെ പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോഴാണ് മന്ത്രി ചൂടായത്. തനിക്കൊക്കെ മന്ത്രി പറഞ്ഞാൽ പോരായോ, തനിക്കൊക്കെ പെർമിഷൻ വേറെ വേണോ, ഇത് മാറ്റിക്കോളാം പെട്ടെന്ന്. ഉദ്യോഗസ്ഥനെ സമ്മതിക്കണം, ഒരു മന്ത്രി പറയണം മാറ്റാൻ പറ്റില്ല, ഞാൻ ഉദ്യോഗസ്ഥൻ വരട്ടെന്ന്. അല്ലെ അന്തം കമ്മി ആയിരിക്കും. അല്ല അതാരാണ് അന്തം കമ്മി? എന്താണ് ആ അന്തം കമ്മി? അയാളുടെ വിശുദ്ധനാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ പേര് വന്ന അതേ തൊട്ടതൊഴുതായിരിക്കും ചിലപ്പോൾ എണീക്കുന്നത്. രാവിലെ എന്ന് അദ്ദേഹത്തിൻ്റെ കാലടികളിൽ തൊട്ട് വണങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് ഈ ശിലാഫലകത്തെ തൊട്ടായിരിക്കും. വിമാനം കയറ്റിവിടാൻ പോയ വഴിക്ക് വിമാനം മിസ് ചെയ്തുകൊണ്ട് അവിടുത്തെ വേറെ അന്തം കമ്മി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല, അന്തം കമ്മികൾക്ക് വിവരമില്ലെന്നുള്ളത് ഇതുകൊണ്ട് മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പൊതുമരാമത്ത് മന്ത്രി അയാൾ വന്നിട്ട് അയാളുടെ ചുമതലയിലുള്ള ഒരു കാര്യം ചെയ്യാൻ കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ ഇത് മന്ത്രി ഒന്നും പറഞ്ഞ നടക്കുകയില്ല, ഇതിന് വേറെ ആളുണ്ട് പറയാം, അതിന് വേറെ ആളുണ്ട്, അദ്ദേഹം ഒപ്പിട്ട് തന്നിരിക്കണം. ഇത് ഒരു മന്ത്രിയോട് ഇങ്ങനെ പറഞ്ഞവന്മാർ ഒരു പൊതുജനത്തോട് എന്തായിരിക്കും? അത് പൊതുജനത്തിനെ കാണാൻ അനുവദിക്കില്ലേ? അതെ, കാരണം ഇവിടെയാണ് എന്താ പറയുന്നത്, നമ്മൾ ഇതിനെയൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കും റെഡ് ടേപ്പിസം, ചുവപ്പ് നാടയെ കുരുങ്ങി കിടക്കുക എന്ന് പറയും. ഈ ഒരു ഓമനപ്പേര് കൊണ്ട് ഇതിനെ നമ്മൾ ലഘൂകരിച്ച് വിടും. പക്ഷേ ഈ ഒരു മന്ത്രി ഇത്ര കഠിനമായിട്ട് പൊട്ടിത്തെറിക്കണമെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കോണം. ഭരണം മാറി അദ്ദേഹം UDF അധികാരത്തിൽ വന്നു, പൊതുമരാമത്ത് മന്ത്രിയാണ് സംസാരിക്കുന്നത്. ഏത് മന്ത്രിയാ? എനിക്കെന്താ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത്? ഇവർക്ക് ഇപ്പോഴും കരുതിയിരിക്കുന്നത് ഇദ്ദേഹം മന്ത്രിയായിരുന്നു, അവർ അറിഞ്ഞാണില്ല. അങ്ങനെ ഇപ്പോൾ അവർ സങ്കല്പത്തിൽ എപ്പോഴും വരുമാനമായിരിക്കും പൊതുമരാമത്ത് മന്ത്രി കീ എന്ന് പറഞ്ഞ പോലെ. എന്താണെങ്കിലും ഇത്തരം ഉദ്യോഗസ്ഥർ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ജനപ്രതിനിധിക്ക് നല്ല ധാരണ വേണം. PK ബഷീറിനെ സംബന്ധിച്ച് അദ്ദേഹം നല്ല നിയമസഭാ സാമാജികനായിരുന്നു, സ്ഥിതി കാഴ്ചയുടെ അപകടം എന്നുള്ള അദ്ദേഹം നല്ല തൻ്റെടിയായ ഒരാളാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ വിളയാട്ടമൊന്നും നടക്കില്ല, ഇതുവരെ മനസ്സിലായില്ലേ? ഈ ഉദ്യോഗസ്ഥന്മാർ ഈ രാഷ്ട്രീയക്കാരൻ മര്യാദ ചെല്ലുന്ന പലപ്പോഴും അറിയില്ലാത്തപ്പോഴാണ്. അറിവുള്ളവൻ്റെ മുമ്പ് അവർ ആരോഗ്യമൊന്നും പറയില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഡോക്ടർ R പ്രസന്നൻ്റെ ആത്മകഥ, അദ്ദേഹം നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ നിയമസഭാ സമിതികളിൽ പങ്കെടുക്കാനൊക്കെ വരുമ്പം ഈ വലിയ ധാരണയില്ലാത്ത മന്ത്രിമാരെയൊക്കെയാണ് അവർ പേടിക്കും. അപ്പോൾ പിന്നെ ഉദ്യോഗസ്ഥൻ്റെ പറഞ്ഞായിരിക്കും. പക്ഷേ പുള്ളി പറഞ്ഞത്
ഗൗരിയമ്മയും ബേബി ജോണിനെയൊക്കെ പോലെയുള്ള ആളോടെ വന്നിരിക്കും മന്ത്രിമാരായിട്ട്. ഒരൊറ്റ അക്ഷരം ഒരുത്താൻ മിണ്ടില്ലെന്ന് പറഞ്ഞു. കാരണം അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, അവർ പറഞ്ഞു കൊടുക്കും. അല്ല, ഞാൻ ഇക്കാര്യത്തിൽ അതനുസരിച്ചുണ്ടാകും. ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഒരുപാട് മന്ത്രിമാരുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തിട്ടാണ്. കാരണം ഞാൻ പത്തനംതിട്ടയാണല്ലോ എൻ്റെ ജേർണലിസ്റ്റിക് ലൈഫിൻ്റെ കൂടുതൽ സമയം ഞാൻ പത്തനംതിട്ടയാണ് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പം ശബരിമല അടുത്ത് കിടക്കുന്നതുകൊണ്ടും എപ്പോഴും ഈ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പും അവലോകന യോഗങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ സർക്കാർ ഭരിക്കുമ്പോഴും അന്നത്തെ ദേവസ്വം മന്ത്രിമാർ വന്ന് ഈ അവലോകനം നടത്തും. ഇപ്പോഴാണ് നമ്മൾ അതിനൊന്നും പോകാത്തത്, കാരണം അതിനകത്ത് പ്രത്യേക കാര്യമില്ല എന്നുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകും. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നെ അതിശയിപ്പിച്ച ഒരാളെന്ന് പറയുന്നത് ജി സുധാകരൻ, പൊതുമരാമത്ത്. അന്ന് ദേവസ്വത്തിൻ്റെ ഇതുകൂടി അദ്ദേഹത്തിനുണ്ട്. ആദ്യ പിണറായി സർക്കാരിൽ 2000 അല്ല, പിണറായി സർക്കാരിന് മുമ്പ് VS സർക്കാരിൽ ദേവസ്വം മന്ത്രിയായിരിക്കും സമയത്ത്. അപ്പോൾ ഉദ്യോഗസ്ഥർ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും. അതായത് അവര് ഒരു കാര്യം ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ് ഉന്നയിച്ച അവരുടെ അഭിപ്രായത്തിൽ അത് ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമേ അല്ല എന്നായിരിക്കും ഇവർ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് അറിയോ? സുധാകരൻ പറയുന്നത് എന്താ അറിയോ? എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കും. അത് ഇന്നതാ പ്രശ്നം, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന തന്നെയാണ് എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു കൊടുക്കും. ഞാൻ നേരത്തെ പലപ്പോഴും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അന്നത്തെ സമയത്ത് ഒരു ഉദാഹരണമാണ്. ഒന്നാണ് ഈ ശബരിമലയിൽ അരവണയ്ക്ക് ക്ഷാമമുണ്ട്. അരവണയ്ക്ക് ക്ഷാമം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിലവാരം കുറഞ്ഞ ടിന്ന് കൊണ്ടുവന്നു. കണ്ടെയ്നർ എന്നാണ് പറഞ്ഞാൽ ഡപ്പിക്ക്, അരവണ കണ്ടെയ്നർ. ഈ കണ്ടെയ്നർ എന്ത് ചെയ്യും? ഇത് മെഷീനിലോട്ട് കയറി അരവണ നിറച്ച് അടപ്പ് പ്രസ് ചെയ്യുമ്പം ഇത് മൊത്തത്തിൽ പൊട്ടിപ്പൊടിക്കും. 1000 കണ്ടെയ്നർ നിറയ്ക്കുമ്പോൾ 100 110 കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ക്ഷാമം വരുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ നിറച്ച് പൊട്ടുന്ന കണ്ടെയ്നർ മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ അരവണയും നഷ്ടമാകും. അരവണ വിതരണം നിർത്തിവെക്കും ശബരിമലയിൽ. എവിടെ? തീർത്ഥാടന കാലത്ത്. ആ അരവണ വിതരണം നിർത്തിവെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പ്രസാദം കിട്ടാതെ ജനം മലയിറങ്ങത്തില്ല. ആൾക്കാർ വന്ന് ഈ പ്രസാദത്തിന് കാത്ത് അവർ എത്ര ദിവസം വേണമെങ്കിലും അവിടെ കിടക്കും. ഏതാ? ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോഴാണ് ഈ ജി സുധാകരൻ ദേവസ്വം മന്ത്രി വന്നിട്ട് പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പം അവർ പറയുന്നത് മുഴുവൻ നെഗറ്റീവ്. ഒന്നും നടക്കുകയില്ല, പുതിയ കണ്ടെയ്നർ വരണം, ഉൽപ്പാദനം നിർത്തണം, അല്ലെങ്കിൽ അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉള്ളതേ വെച്ചടിക്കാം. ഇതൊക്കെ കമ്മീഷൻ മേടിച്ച കേസാണ് ഈ കണ്ടെയ്നർ പൊട്ടത്. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞത് എന്താണെന്നറിയോ? അരവണ ഉൽപ്പാദനം നിർത്തണ്ട, തീർത്ഥാടകർ കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ അരവണ പകർന്നു കൊടുക്കുക. അളവൊന്നും നോക്കുന്നില്ല, അങ്ങ് ഒഴിച്ചു വിടുക. അളന്ന് നോക്കാതെ നേരെ വരും. തീർത്ഥാടകർ കൊണ്ടുവന്ന പാത്രങ്ങളിൽ കൊടുക്കുക. അവർ ഇത്ര രൂപ അടയ്ക്കുന്നു, അപ്പോൾ ഉടനെ ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രായോഗികതയും ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ഇത് കൗണ്ടറിനിടയ്ക്ക് കൂടെ കൊടുക്കാൻ പറ്റും. അരവണ കൗണ്ടറിനിടയ്ക്ക് കൂടെ ഈ അരവണ ഡപ്പി മാത്രമേ ഇറങ്ങിപ്പോരത്തു. അതിനിടയ്ക്ക് കൂടെ പാത്രം നിറച്ച് കൊടുക്കാൻ പറ്റും. അല്ല, പുറത്തിങ്ങനെ മേശയും ഡെസ്കും ഒക്കെ ഇട്ട് അങ്ങനെ ഇത് കൊടുത്തു. ആലോചിച്ച് നോക്കണം. വേറെ ആരാണെങ്കിലും എന്ത് ചെയ്യുന്നറിയും? ഇതിനി പുതിയ ടെൻഡർ ക്ഷണിച്ച് പുതിയ കണ്ടെയ്നർ കൊണ്ടുവന്ന് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ നിറച്ച് 2 സീസൺ കഴിയും ഇത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? കൊടുക്കുക. അപ്പോൾ ഇല പറിച്ചുകൊണ്ട് വരുന്നവർക്ക് ഇലക്കകത്ത് കൊടുക്കാൻ പറഞ്ഞു. അവിടുന്ന് ഇല പറിച്ചുകൊണ്ട് വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അന്നേരം തീരുമാനമാണ് പുള്ളി വയ്ക്കുന്ന. അതെന്ത് ചെയ്യാൻ പറ്റും? അത് ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റും, അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഉടനെ പുള്ളി പറയും. അല്ലെ പുള്ളി തന്നെ പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെ വേണം ചെയ്യാം. എന്നിട്ട് ഏറ്റവും അവസാനം പറയും, വേല എൻ്റെ അടുത്തോട്ട് ഇറക്കല്ലോ, വേല എൻ്റെ അടുത്തോട്ട് ഇറക്കും. അതാണ്. അല്ല, അത് പ്രായോഗിക ബുദ്ധി പറഞ്ഞു കൊടുക്കുക. ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മുഴുവൻ കണ്ണടച്ച് കൊടുക്കുമ്പോഴാണ് പലരും ദുരന്തങ്ങളാവുന്നത്. പക്ഷേ ഈ ധാരണയുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ അറിവുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനും അവരൊക്കെ ഈ ഇതുപോലെ ഭരിക്കാൻ അല്ലെങ്കിൽ വരില്ല. ലാലു പ്രസാദ് യാദവ് ബീഹാറിലെ മുഖ്യമന്ത്രി സമയത്തൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഈ എന്തോ പുതിയ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എല്ലാ പ്രപ്പോസലൊക്കെ പോയി താഴോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ വകുപ്പ് സെക്രട്ടറി IAS കാരൻ, സീനിയർ IAS കാരൻ 16 ഒബ്ജക്ഷൻ എഴുതി കൊണ്ടുവന്ന് കൊടുത്തു. ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലാലു ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഇതെന്താണ്. അപ്പോൾ അത് എല്ലാത്തിനും ഓരോ അയാൾ കാരണം എഴുതിയിട്ടുണ്ട് താഴെ. പറഞ്ഞ് ഈ നിയമസഭ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉള്ളത് ഇങ്ങനെ നിയമ തടസ്സമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ്. പറഞ്ഞാൽ ഞാൻ നിയമസഭയിൽ വെച്ച് അതൊക്കെ മാറ്റിത്തരാം. 1 മണിക്കൂറിനകം ഈ 16 ബദൽ എങ്ങനെ നടപ്പാക്കാമെന്ന് എഴുതിക്കൊണ്ട് തരാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു. അയാൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം ഓടിപ്പടഞ്ഞും കൊണ്ടുവന്ന് കൊടുത്ത്. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നടപ്പിലാക്കാം. ഇങ്ങനെ വകുപ്പുണ്ട്, പക്ഷേ അതിന് വേറെ എന്തോ വഴിയുണ്ട്. ലാലു പറഞ്ഞു തന്നെ ശമ്പളം കൊടുത്തിട്ട് ഇരുത്തിക്കണേ ഇതിന് വേണ്ടിയാണെന്ന്. ഏതൊരു കാര്യം എങ്ങനെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞു തരാനാണ്, നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയാനില്ലെന്ന്. ആ പറയാനുള്ള ആർജവം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാത്തത്തോളം കാലം ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെ അവർക്ക്. അല്ല, ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥിരം പരിപാടി ഇതാണ്. അത് പൊതുജനങ്ങളോടാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഇവർ ഒരേ രീതിയിലാണ്. PK ബഷീറിനോട് വേണ്ട എന്ന് മനസ്സിലായി. എന്തായാലും PK ബഷീർ കാരണം ഉമ്മൻചാണ്ടി തിരിച്ച് ട്രാവൻകൂർ പാലസിലേക്ക് കയറുകയാണ്.